ഹായ് ഓൾ, എൻ്റെ കയ്യിലുള്ള ഈ പെൻസിൽ ലെഡ് നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. ഈ പെൻസിൽ ലെഡും സാക്ഷാൽ ഡയമണ്ട് വജ്രവും ഒരേ പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അതൊരു യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നുണ്ടാകും, വജ്രമാണ്, അത് ഡയമണ്ട് ആണ് അല്ലേ. അപ്പൊ നമ്മുടെ ഈ പെൻസിൽ ലെഡ് എന്ന് വിളിക്കുന്ന സംഗതി കാർബൺ ആറ്റംസ് ആണ് സംഗതി ആക്ച്വലി ആയിട്ടുള്ളത്. കാർബൺ ആണ്. ഇതേ കാർബൺ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ വജ്രവും. 100% പ്യുവർ കാർബൺ ആണ് നമ്മുടെ വജ്രത്തിലുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റന്റ് ആയി മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കെമിസ്ട്രി ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ പറഞ്ഞ കാർബൺ ആറ്റംസുകൾ, അവിടെ കാർബണിന്റെ വാലൻസി 4 ആണെന്ന് നമ്മൾ ഒരുപക്ഷെ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റം തന്നെ വ്യത്യസ്ത 4 ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാർബൺ നമ്മൾ എടുത്തു നോക്കുക, ഈ ഒരു കാർബൺ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മുകളിലേക്കും സൈഡിലേക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള കാർബൺ ആറ്റംസ് കൊണ്ട് അത് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും, കെമിക്കൽ ബോണ്ടിങ്. ആ ബോണ്ടിങ് എന്ന് പറയുന്നത് കൊവാലന്റ് ബോണ്ടാണ്. ഇങ്ങനെയുള്ള ഏത് കാർബൺ ആറ്റം എടുത്താലും അയാൾക്കൊക്കെ 4 ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 100 കണക്കിന് ആളുകൾ അല്ലെങ്കിൽ 1000കണക്കിന് ആളുകൾ ഒരുമിച്ച് 4 ഭാഗത്തേക്കും അവരുടെ കൈകൾ ഇങ്ങനെ കോർത്തിണക്കി പിടിച്ചാൽ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുമോ, അതിനേക്കാളും സ്ട്രോങ് ആണ് എന്ത്, ഈ പറഞ്ഞ കൊവാലന്റ് ബോണ്ട് കാരണം നമ്മുടെ വജ്രത്തിനുണ്ടാവുക. അതുകൊണ്ടാണ് വജ്രം ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ വജ്രത്തിന് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ കൂടി അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് വജ്രം ഉണ്ടാകുന്നത്? നമുക്കറിയാം, നാച്ചുറൽ ആയിട്ടാണ് വജ്രം ഉള്ളത്. ആർട്ടിഫിഷ്യൽ ആയിട്ടും ഉണ്ട്, പക്ഷേ അതിന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള, നമുക്കൊരു സാധാരണക്കാർ ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. അത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആർട്ടിഫിഷ്യലി നമുക്ക് വജ്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നോർമൽ കേസിൽ വജ്രം ഉണ്ടാകുന്നത് ഭൂമിയുടെ ഏകദേശം ഒരു 150 to 200 കിലോമീറ്റർ താഴെയായിക്കൊണ്ട്, അതേപോലെ തന്നെ 1000കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റിക്വയർഡ് ആയിട്ടുള്ള 45 to 60,000 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള അത്രയും ഒരു സിറ്റുവേഷനിൽ മാത്രമേ നാച്ചുറലി ഈ പറഞ്ഞ കാർബൺ എന്തായിട്ട് മാറുന്നുള്ളൂ, അത് ഈ പറഞ്ഞ ഡയമണ്ട് ആയിട്ട് അവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വജ്രത്തിന് നമുക്കറിയാം ഹാർഡസ്റ്റ് ആയി സബ്സ്റ്റന്റ് ആണ് എന്നുള്ളതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഓർണമെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അത് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഇത്രയും അധികം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് വജ്രത്തിന് ഇത്രയധികം വാല്യൂ ഉള്ളത് എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് വജ്രത്തിന് എന്തുകൊണ്ടാണ് ആ ഒരു സ്പാർക്കിൾ നേച്ചർ ഉള്ളത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സാധാരണഗതിയിൽ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ എന്തുണ്ടാകും, ഈ പറഞ്ഞ റിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ആംഗിൾസ് ഉണ്ടാവും അല്ലെ. ഇൻസിഡന്റ് ആംഗിൾ, അതേപോലെ തന്നെ റിഫ്രാക്റ്റഡ് ആംഗിൾ ഒക്കെ നമ്മൾ സയൻസിൽ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതില് ഈ പറഞ്ഞ വാക്വത്തിലുള്ള സ്പീഡും ആ മീഡിയത്തിലുള്ള സ്പീഡും തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ വജ്രത്തിനകത്തേക്ക് കയറുന്ന ലൈറ്റിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെയുള്ള റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, വളരെ ആ ബെൻഡിങ്, ലൈറ്റിന്റെ ബെൻഡിങ് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. അവിടെ ഒരുപാട് ഇന്റേണൽ റിഫ്ലക്ഷനുകൾ നടന്നുകൊണ്ട് ലൈറ്റ് പുറത്തേക്ക് വരുമ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ള നല്ല തിളക്കമുള്ള, ഈ പറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയത് കൊണ്ട് തന്നെ നല്ലൊരു ബ്രില്യൻസും സ്പാർക്കിളും ഒരു ഫയർ അപ്പിയറൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, വജ്രത്തിന് നൽകുന്നത് കൊണ്ടാണ് നമുക്കത് ഭയങ്കര തിളക്കമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ വജ്രം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കാർബൺ കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലെ. നമുക്കറിയാം ചാർക്കോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. ഒന്ന് അമർത്തി പിടിച്ചാൽ പൊടിഞ്ഞു പോകുന്ന ചാർക്കോളും, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ ലെഡിലുള്ള ഗ്രാഫൈറ്റും, അതുപോലെ തന്നെ വജ്രം എന്ന് പറയുന്നതും എല്ലാം കാർബൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ബോണ്ടിങ്ങിലും അതിൻ്റെ ലെയറുകളിലൊക്കെയുള്ള വ്യത്യാസമാണ് അതിനെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആക്കി മാറ്റുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയെ, കാർബൺ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ കാണപ്പെടുന്ന ഈ പ്രോപ്പർട്ടിയെ നമ്മൾ സയൻസിൽ ഒരു പേര് വിളിക്കും. അതെന്താണെന്ന് അറിയുന്നവർ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകൾക്കായി എക്സ് ആൻഡ് വൈ ലേണിംഗിന്റെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്